വിവാഹ ജീവിതം കഴിഞ്ഞവർക്ക് യന്ത്രൂഞ്ഞാലിൽ കയറുന്ന എക്സ്പീരിയൻസാണ്. യന്ത്രൂഞ്ഞാലിന് എത്രയും പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു തോന്നലാണ്. വിവാഹ ജീവിതത്തിന് മുൻപുള്ള ആളുകൾക്കാണെങ്കിൽ യന്ത്രൂഞ്ഞാല് പുറത്തുനിന്ന് കാണുന്ന പോലെ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതാണ്. കയറി കഴിഞ്ഞാൽ ഇറങ്ങാനാവും ചെയ്യും. എല്ലാ വിവാഹ ജീവിതവും പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര മോഡിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ചില വിവാഹ ജീവിതങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നവരുണ്ടായിരിക്കും. മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഓളത്തിൽ പുഴയൊക്കെ ഒഴുകുന്ന പോലെ ഇങ്ങനെ പോകുന്നു. വലിയ ആഹ്ലാദവും ഇല്ല, വലിയ സങ്കടങ്ങളും ഇല്ല, ഒരു ഓളത്തിൽ പോകുന്നവർ, അതൊരു കാറ്റഗറി. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, കടല് പോലെ ശാന്തമായിരിക്കും, പക്ഷെ ഇടയ്ക്ക് ചില സുനാമികളൊക്കെ ഉണ്ടാവും, പക്ഷെ പുറത്തുനിന്നുള്ള ആരും അറിയുന്നില്ല. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, വളരെയധികം സ്മൂത്തായിട്ട് പുറമെ കാണിക്കാൻ വേണ്ടിയിട്ട് റീലുകളിലും സ്റ്റാറ്റസുകളിലൊക്കെ വളരെയധികം ശോഭയായിരിക്കും. അവരുടെ സ്റ്റാറ്റസും റീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. അടുത്തൊരു കാറ്റഗറി ഉണ്ട്, ഉള്ളിൽ ഭയങ്കര ഒച്ചയും വിളിയും, പുറത്തെല്ലാവരും അറിയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ളതാണ് വിവാഹ ജീവിതത്തിന് ശേഷം വേണ്ട ഒരു സ്കില്ലാണ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ. പരസ്പരമുള്ള ധാരണ നമ്മൾ നേടിയെടുക്കേണ്ടതും നമ്മുടെ ലൈഫിൽ പുലർത്തേണ്ടതുമായിട്ടുള്ള സ്കില്ലാണ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്കില്ല്. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്.